കയ്യും കാലും കഴുകി. അപ്പം ഇതെല്ലാം ദൈവം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആൾ നമ്മളെ പാഠം പഠിപ്പിക്കുകയാണ്. മനുഷ്യൻ അഹങ്കാരികളാകുന്നു. കാര്യം റോഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവന് ജംഗ്ഷനിലേക്ക് പോകാൻ പറ്റില്ല, വണ്ടി വേണം. ആ ജംഗ്ഷൻ വരെ നടക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ വീട് തുരുത്തങ്കവലിലാണ്. തുരുത്തങ്കവലിൽ നിന്ന് നേരെ പുത്തനങ്ങാടിക്ക് വട്ടിയും പിടിച്ച് പോയി മത്തയും കപ്പയും ചീരയും മറ്റ് പലവ്യഞ്ജന സാധനങ്ങളും വൈകുന്നേരം വാങ്ങിച്ച് തലയിൽ വെച്ച് ചുമന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വരുമ്പോൾ എൻ്റെ അമ്മ, ചേച്ചിക്കൊക്കെ അറിയാം, അതെല്ലാം വേവിച്ച് വൈകുന്നേരം ഞങ്ങൾ 5 മക്കളാണ്. ഈ 5 മക്കൾക്കും കൂടെ വിളമ്പിത്തന്ന് ഇത് വേവാൻ വേണ്ടി കാത്തിരുന്ന കാലഘട്ടം നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളത് മറന്നിട്ട് നമ്മുടെ മക്കൾക്ക് ഏതാ ചെയ്യുന്നത്? കുഴിമന്തിയും അൽഫാമന്തിയും മേടിച്ച് കുട്ടികൾക്ക് കൊടുത്ത് കുട്ടികൾക്ക് രോഗികളാക്കുന്നു. അതേപോലെ തന്നെ 18 വയസ്സ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവന് ഡൂക്ക് പോലത്തെ, ഇപ്പം എൻ്റെ സുഹൃത്തിൻ്റെ മകൻ അത്യാസന്ന നിലയിൽ മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ സുഹൃത്താണ്. അവന് ഈ പറഞ്ഞ പോലെ 18 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞൊരു പയ്യനാണ്. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ എൻ്റെ പറഞ്ഞു ദയനീയമായ രീതിയിൽ മെഡിക്കൽ കോളേജാണ്. ഇതിനൊക്കെ ഉത്തരവാദികളാരാ? തൻ്റെയും തള്ളയാണ്. ഇത് എവിടുന്നാണ് നമ്മളിത് മേടിച്ചു കൊടുക്കുന്നത്? നമ്മൾ ഇപ്പം ഇദ്ദേഹം മത്സ്യത്തൊഴിലാളിയാണ്. ചിലപ്പം 1000 രൂപ കിട്ടും, ചിലപ്പം 2000 രൂപ കിട്ടും, ചിലപ്പോൾ ഒന്നും കിട്ടിയില്ല. എങ്കിലും പോകുന്ന ഈ വെയിലും മഞ്ഞും മഴയും തരണം ചെയ്തുകൊണ്ട് ആ കായലിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങും വെളുപ്പാങ്കാലത്ത് പോയി ഇറങ്ങി കൊണ്ടുവരുന്നത് ആർക്ക് വേണ്ടിയാ? നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും, രോഗിയായ അച്ഛനും അമ്മയ്ക്കും ഒക്കെ തന്നെയാണ്. പക്ഷേ മക്കളെ ഇത് ബോധ്യപ്പെടുന്നില്ല. എന്നുവെച്ചാൽ ഒരു കുറവും നമ്മൾ വളർന്ന രീതിയിൽ നമ്മുടെ മക്കളാവരുത്, ദുഃഖങ്ങൾ അറിയരുത്. പക്ഷേ അവന് ദുഃഖം അറിയണം, വീട്ടിലെ ഇല്ലായ്മ അറിയണം. ഇതൊന്നും അറിയാതെ പ്രവർത്തിച്ച് നമ്മൾ കൊണ്ടുവരുമ്പോഴാണ് ഭാര്യ പറയുന്നത് ഒരു ഒപ്പ് ഇട്ട് കൊടുത്താൽ മതി, നമുക്ക് 50,000 രൂപ കിട്ടും. അന്ന് നമ്മൾ ആഴ്ചയിൽ ഒരു 700 രൂപ വെച്ച് അടച്ചാൽ മതി. അപ്പം ഭർത്താവ് നോക്കുമ്പോഴത്തേക്ക് നേരെ ഒരു മേശരിയായ ഭർത്താവ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവർത്തനം അവന് 1000 രൂപ കിട്ടുന്നുണ്ട്. ഓക്കെ, പെട്ടെന്നാണ് അവന് ചിലപ്പം വയ്യാതായി പോകുന്നത്, അല്ലെങ്കിൽ മഴ വരുന്നത്, അല്ലെങ്കിൽ കാലാവസ്ഥയുടെ ഒരുപാട് വ്യത്യാസം വരുന്നത്. ഈ പറഞ്ഞ സാധാരണ പണിക്കാരന് പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ എല്ലാവരും എവിടെ വരും? വീടുകളിൽ വരും. വീടുകളിൽ വരുമ്പോഴത്തേക്ക് ചുറ്റുപാടുമുള്ള ആൾക്കാർ ഇത് കേൾക്കാൻ തുടങ്ങും. നാണക്കേട്, വളരെ നാണക്കേട്, മോശം എന്ന ചിന്താഗതി എല്ലാവർക്കും, ഈ ഇരിക്കുന്ന മിക്ക ആൾക്കാർക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കണ്ടിട്ടും, ചിലപ്പോൾ ഇല്ലെങ്കിൽ കണ്ടിട്ടും ഉണ്ടാകാം. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എന്തു ചെയ്യും? നാണക്കേടിനെ മറന്ന് ചിലപ്പം ഞങ്ങൾ പറയുന്ന ആത്മഹത്യ തടയൂ എന്ന് പറയുന്ന ഒരു പ്രസ്താവന ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ഏതാണ്ട് വാട്സപ്പിലൂടെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ മിക്ക ദിവസവും ഇടുന്നുണ്ട്. ഈ ആത്മഹത്യയിലേക്ക് പോകുന്ന അവസ്ഥ വരികയാണ്. സത്യമല്ലേ? കാരണം മക്കളെ പഠിപ്പിക്കാനോ മറ്റു കാര്യത്തിനോ ഒന്നുമല്ല എടുക്കുന്നത്. അവന് ഡൂക്ക് മേടിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ അവൻ്റെ ഭക്ഷണത്തിനും. ഈ 50,000 രൂപ ഇപ്പോഴത്തെ കാലത്ത് പെട്ടെന്ന് തീരും. 1000 2000 രൂപ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുമ്പോഴത്തേക്ക് തീർന്നു കഴിഞ്ഞു. പിന്നെന്ത് ചെയ്യും? ഒരു കീറാമുട്ടി പോലെ നിൽക്കുക മേളിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴും ചിന്താഗതിയില്ല, അവർ വരുമല്ലോ ഏതാ ശനിയാഴ്ച എന്ന ചിന്താഗതിയാണ്. ഈ സാധാരണ ഒരു മേശരിയാണെങ്കിൽ അവൻ 1000 1200 രൂപയ്ക്ക് ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ എല്ലാ ദിവസവും, സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ അവന് കൃത്യമായ സാലറി ഉണ്ട്, അവൻ അതുകൊണ്ട് കഴിയും. തിരിച്ചൊരു സാധാരണ മനുഷ്യന് അതില്ല. അവന് കിട്ടുന്നത് കൊണ്ട് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഭാര്യയ്ക്ക് തികയുന്നില്ല. ഭാര്യ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഏതാ ഒരാൾക്കാണ്ട് 4 മൈക്രോ ഫൈനാൻസ് അങ്ങോട്ട് എടുക്കാമെന്നാണ് തോന്നുന്നത്, എനിക്ക് തോന്നുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. ഭാര്യ അയലോക്കത്തുനിന്ന് നമുക്കൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, നമുക്ക് വീട്ടിൽ പഞ്ചസാര ഇല്ലെങ്കിൽ അല്ലെങ്കിൽ തേയില ഇല്ലെങ്കിൽ അയലോക്കത്ത് സുമതിയിലേക്ക് ചെടി തേയില ഉണ്ടോ, ഇച്ചിരി ഞാൻ മേടിക്കുമ്പോൾ തരാം എന്ന് പറഞ്ഞൊരു കാലഘട്ടം. എടി 4 മുളക് തന്നെ എന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. ഇന്നൊരു വേലിക്ക് അപ്പുറത്ത് ആരും പോയില്ല, ഇപ്പുറത്തേക്ക് ആരും വരത്തുമില്ല. ഒരു മരണം എന്ന് പറയുമ്പോൾ നമ്മൾ ആൾക്കാരെല്ലാവരും കൂടി ഒരു
ശവദാഹവും 16 അടിയന്തരവും നടത്തിയിട്ടേ ചുറ്റുപാടുമുള്ള ആൾക്കാർ പോവുള്ളായിരുന്നു. ഒരു കല്യാണം എന്ന് പറയുമ്പോൾ ആ വീടിൻ്റെ ചുറ്റും വന്ന് പന്തൽ വിട്ട് എല്ലാ ആൾക്കാരും കൂടെ യോജിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു പെര പണി എന്ന് പറയുമ്പോൾ അന്ന് ഓലപ്പുരയാണ്. ഓല കെട്ടാൻ വേണ്ടി ഞാനും ഒക്കെ പോയിട്ടുണ്ട്. ഇഷ്ടംമാതിരി വീടുകളിൽ ഓല കെട്ടാൻ പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് പോകണമെന്നല്ല പറയുന്നത്. ലോകം മാറി, രാജ്യം മാറി. ലോകത്ത് ഇന്ന് ഇൻ്റർനെറ്റ് യുഗമാണ്. അപ്പം നീ പോയി ഓല കെട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ എൻ്റെ മകൻ തല്ലു ഇല്ലെന്ന് പറയാൻ പറ്റിയല്ല. ഓരോരുത്തരും ജീവിത ശൈലികളിൽ മാറ്റം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം എങ്ങനെ മുമ്പോട്ട് പോകണം എന്ന രീതി ചിന്തിക്കേണ്ടത് നമ്മളാണ്. അവനെ കൊണ്ടുകൊണ്ട് ഇപ്പം ഞാൻ എറണാകുളത്ത് മൂന്നാർക്ക് വർക്ക് ചെയ്ത ആളാണ്. ദുബായിലും ഒക്കെ വർക്ക് ചെയ്ത ആളാണ്. എറണാകുളത്ത് പിന്നെ ഹോട്ട് ബ്രെഡ് എന്ന് പറഞ്ഞ നമ്പർ 1 ഒരു ബേക്കറിയുടെ ജനറൽ മാനേജറായിരുന്നു ഞാൻ. അവിടെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ സിനിമാ സ്റ്റാർ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് വരുന്നത്. ജീവിതമാണ്. അപ്പം അവരുടെ ഒരു ബർത്ത്ഡേ നടക്കുമ്പോൾ ആ ഫ്ലാറ്റിലാണ് നടക്കുന്നത്. അപ്പോൾ അവർ ഹോട്ട് ബ്രെഡിൽ നിന്ന് ഒരു കേക്കിന് 15,000 20,000 രൂപയുടെ ബർത്ത്ഡേ കേക്കാണ് വാങ്ങിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കാണാത്ത സാധനമൊക്കെ ഇത്രയേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വ്യത്യാസമുണ്ട്. അപ്പം ഇത് വരുമ്പോഴത്തേക്ക് അടുത്ത ഫ്ലാറ്റിലെ അവളുടെ ഇത് വരുമ്പോഴത്തേക്ക് അതെ അവർ ഇവിടുത്താണ് മേടിച്ചത്. ഏതാ ഹോട്ട് ബ്രെഡിൽ നിന്നാണ് മേടിച്ചത്. അപ്പം അതുകൊണ്ട് നമുക്ക് അവിടുന്ന് തന്നെ മേടിക്കണം. അതിലും ഇച്ചിരൂടെ വില. അപ്പം ഒരു പൊങ്ങച്ച ലോകം അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് ആ പൊങ്ങച്ച ലോകം വന്നിരിക്കുക. നമ്മുടെ വീട്ടിൽ പട്ടിണിയാണെങ്കിൽ പോലും നമ്മളത് കാണിക്കുകയില്ല. ഇന്ന് നമ്മളാരെങ്കിലും ചുറ്റുപാടുമുള്ള വീടുകളിൽ ചെന്ന് ഈ പറഞ്ഞ പോലെ അന്ന് സൗഹൃദത്തിൻ്റെ പേരിലാണ് ചോദിക്കുന്നത്. ഇന്ന് ആ സൗഹൃദത്തിൻ്റെ പേര് 4 മുളക് ചോദിക്കൂ? ഇല്ല. അമ്മ ചോദിച്ചിട്ടില്ലേ? ഉണ്ട്. ഉണ്ട്. അപ്പം നമ്മളെല്ലാം മാറിപ്പോയി. അപ്പം ഇതിന് നമ്മൾ ഈ കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ പോലെ ഓരോരോ സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കുന്നു. ലോൺ എടുത്ത് നമ്മൾ ആർഭാടം കാണിക്കുന്നു. ഒരു കാര്യമില്ല. 2 മുറി അടുക്കള അല്ലെങ്കിൽ 3 മുറി അടുക്കളയും നല്ലൊരു വീടുണ്ടെങ്കിലും അങ്ങനെ ഇങ്ങനെ ചിന്തിക്കും. നമുക്കേ ഒരു ലോൺ എടുത്ത് പുറകിലൊരു റൂമോടെ എടുക്കാം. ചിന്താഗതിയാണ്. അവിടെ വീട്ടിൽ 4 റൂമും മേളിലും എടുത്ത് നമുക്കതിൻ്റെ പുറകിൽ കൂടെ എടുക്കാം. ഇതാണ് ചിന്താഗതി. ഉടനെ നമ്മൾ ലോൺ എടുത്ത് അത് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആ ലോൺ അടയ്ക്കാൻ ഇവിടെ വരുമാനം വേണ്ടേ? ഇവിടെ വരുമാനം ഇല്ല. ഈ ചിലവുകളെല്ലാം ഈ പാവപ്പെട്ടവൻ എന്ത് ചെയ്യുന്നു? ഇവനിത് വാങ്ങണം. അപ്പം രക്ഷയില്ലാതെ ഭാര്യ എന്ത് ചെയ്യും? തൊഴിലുറപ്പിനോ വേറെ എന്തെങ്കിലുമൊക്കെ പോവും. അവൾ കുടുംബശ്രീയിലും പോവും. അപ്പോൾ അവൾ സ്വാഗതം പറയാൻ പഠിച്ചു. ഏതാ പ്രസംഗിക്കാൻ പഠിച്ചു. അവസാനം ഭർത്താവിൻ്റെ വരുമാനത്തെ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലാണ്. അവിടെ അവൻ മേശരി, അവന് 1300 രൂപ കിട്ടുള്ളൂ. ആ വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല. കാര്യം നാടിൻ്റെ നാനാവശത്തു നിന്നും ഈ സ്ത്രീകളെ കുറ്റം പറയല്ല, ഈ സ്ത്രീ എന്ത് ചെയ്തു? ലോൺ എടുത്തു. ഭർത്താവ് പറഞ്ഞു തന്നെ എടുത്തത്. പക്ഷെ അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വരുമ്പോൾ സ്ത്രീയും പുരുഷനും മക്കളെ ഉപേക്ഷിച്ച് മരിക്കാനുള്ള തത്രപ്പാടിലേക്ക് പോകുന്നു. ഇത് ഒഴിവാക്കാനായി ഇത്രയും കടക്കണിയിൽ ചെന്നുപെട്ട അവരെ സഹായിക്കാനായി ഈ സംസ്ഥാനത്ത് ജനകീയ ഐക്യവേദി എന്ന് പറയുന്ന ഒരു ദൈവികമായ സംഘടന ഇവിടെ പിന്നെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം. അതേപോലെ തന്നെ ഞങ്ങളുമൊക്കെ അതിൻ്റെ പ്രവർത്തകരാണ്. നമുക്ക് ഈ പറഞ്ഞ കടക്കണിയിൽ നിൽക്കുന്ന ആൾക്കാരെ അവരെ നമുക്ക് കാശ് കൊടുത്ത് സഹായിക്കാൻ പറ്റിയല്ല. പക്ഷെ അവർക്ക് നിയമപരമായ കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം. നമ്മളാരും കുബേരന്മാരല്ല. പക്ഷെ ആരെയും ഒരു ആത്മഹത്യ അല്ലെങ്കിൽ നാട് വിടുന്ന രീതിയിലേക്ക് പണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം. പണ്ട് ഇവിടെ വേണ്ടി നമ്മളുടെ ഒരു കൂട്ടായ്മയാണ്. നമ്മളുടെ വീട്ടിൽ ബാങ്കുകാരൻ വരുന്നു. ബാങ്കുകാരന് നമ്മളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷെ എങ്കിൽ നമ്മൾ ലോൺ എടുത്ത് അടയ്ക്കാൻ പ്രാപ്തരാണ്. അതിന് സാവകാശവും മറ്റു കാര്യങ്ങളും ഉണ്ടാകണം. അതിന് എല്ലാത്തിനും വേണ്ടിയുള്ള ഈ സംഘടന നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ഏത് നിമിഷവും വിളിച്ചാലും. അതിപ്പോൾ ഈ ഇരിക്കുന്ന പലർക്കും ഇതിന് അനുഭവമുണ്ട്. പിന്നെ ഞാൻ 2 കുട്ടികളുമായിട്ട് എന്തു ചെയ്യുമെന്ന് പറഞ്ഞ ഈ വേദിയിരിക്കുന്ന ആൾ തന്നെ അതിന് സാക്ഷ്യപത്രമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ചുറ്റുപാടിലുള്ള ഇത്തരം വേദന അനുഭവിക്കുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുക. അവരെ സഹായിക്കാൻ വേണ്ടി ജനകീയ ഐക്യവേദി ജില്ലാ കമ്മിറ്റിയും അതേപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിയും തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട്
നിങ്ങൾക്കെല്ലാം നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ നേരത്തെ ലോൺ എടുത്തായിരുന്നു.